നമുക്ക് ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ അറിയപ്പെടുന്നവരുമുണ്ട്, അറിയപ്പെടാത്തവരുമുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വരുന്ന പല സ്ത്രീകളാണെങ്കിൽ പോലും അവർ പല കാര്യങ്ങളോടും അവരുടെ ജീവിതത്തിലെ പല വെല്ലുവിളികളോടും പോരാടി ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്, അനാവശ്യമായി ആരെയും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യാതെയൊക്കെ. അപ്പം അവർക്കൊക്കെ ഒരു സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നോക്കാം വനിതാ ലോകം. ഓട്ടിസം ബാധിച്ചവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച തൃശൂരിലെ ഡോക്ടർ പി ഭാനുമതിക്ക് സ്വപ്ന സാഫല്യം. ടീച്ചറുടെ നേതൃത്വത്തിലുള്ള അമ്മ എന്ന സ്ഥാപനത്തിന് സ്വന്തമായ ഒരു ഇടം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ടീച്ചറുടെ സ്വയം സമർപ്പിത ജീവിതം ടെലിവിഷനിൽ കണ്ട ഗ്രീസിലെ മലയാളി ദമ്പതികൾ ദാനം ചെയ്തത് തൈക്കാട്ടുശ്ശേരിയിലെ 1.5 ഏക്കർ സ്ഥലമാണ്. അവിടെ ഇന്നലെ തുടക്കമായത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള അമ്മ റീഹാബിലിറ്റേഷൻ സെന്റർ. ഭിന്നശേഷിക്കാരായ മക്കളുള്ള ഓരോ മാതാപിതാക്കളുടെയും ആശ്രയമാണ് ഡോക്ടർ പി ഭാനുമതി. തൃശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപന വൃത്തി മാറ്റിവെച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിനിറങ്ങിയ ഭാനുമതി ടീച്ചർ നടത്തുന്ന അമ്മ എന്ന സ്ഥാപനത്തിന് ഇന്നലെ സ്വപ്ന സാഫല്യത്തിന്റെ ദിനമായിരുന്നു. ഓട്ടിസം ബാധിതരായ കുഞ്ഞുങ്ങൾ ഉള്ള കുടുംബങ്ങൾ പലപ്പോഴും അമ്മയും കുഞ്ഞും മാത്രമാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഫാമിലീസിന് ഒരു പ്രൊട്ടക്റ്റഡ് കോളനി എന്നുള്ള നിലയ്ക്കാണ് ആദ്യം വിഭാവനം ചെയ്തത്. തൈക്കാട്ടുശ്ശേരിയിൽ 1.5 ഏക്കർ സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ന്യൂറോ റിഹാബ് സെന്ററിന് തുടക്കമായി. ഗ്രീസിലെ ഏഥൻസിൽ സ്ഥിരതാമസമാക്കിയ പ്രഭാവതി എന്ന മഹാമനസ്ക സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് ഇനി ഭാനുമതി ടീച്ചറും അനുഗ്രഹീത കുട്ടികളും ഉണ്ടാവുക. ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂംസും വീൽ ചെയർ ഫ്രണ്ട്ലി സ്വിമ്മിംഗ് പൂളുണ്ട്. കാരണം അക്വാ തെറാപ്പി ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുണ്ട്. നീന്തൽക്കുളവും വിശാലമായ പഠനമുറികളും വിദഗ്ധരുടെ സേവനവും എല്ലാം ചെറുശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിലെ ഈ ഓട്ടിസം കേന്ദ്രത്തിലുണ്ട്. സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല, സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ ഒരു തിരിച്ചറിവാണ് നമ്മൾ അവരെ ഒരു 1 ഇയർ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ഉയർന്നു വന്ന ഒരു സ്ഥാപനമാണ് അമ്മ റീഹാബ് സെൻറ്റർ എന്ന് പറയാവുന്നതാണ്. കാരണം മാധ്യമത്തിൽ ഭാനുമതി ടീച്ചറെയും ടീച്ചറുടെ കാര്യായിട്ട് സെൻറ്ററിലെ പ്രവർത്തനങ്ങളെയും പറ്റി ഒരു റിപ്പോർട്ട് വന്നപ്പോൾ ഗ്രീസിലെ ഏഥൻസിലിരുന്ന് കണ്ട പ്രഭാവതി എന്ന ഒരു മാഡം, അവരാണ് ഈ 1 ഏക്കർ സ്ഥലം അമ്മയ്ക്ക് വേണ്ടി ടീച്ചർക്ക് സംഭാവന നൽകിയത്. പ്രധാനമായിട്ടും ഈ ഒരു സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. ചടങ്ങിൽ തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ ബാബുരാജ്, ഭാനുമതി ടീച്ചറുടെ ജീവിതകഥ തയ്യാറാക്കുന്ന സുമംഗല തുടങ്ങിയവർ പങ്കെടുത്തു. 24 തൃശൂർ. ഭാനുമതി ടീച്ചറോട് സ്നേഹം അല്ലേ, നിറയെ സ്നേഹം. കാരണം നമ്മളിങ്ങനെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ അച്ഛനും അമ്മയ്ക്കും ടീച്ചർക്കൊപ്പം മറ്റ് 3 സഹോദരങ്ങളാണ് ഉണ്ടായത് മക്കളായിട്ട്. അപ്പോൾ ഈ 3 സഹോദരങ്ങളും ഓട്ടിസം ബാധിച്ചവരായിരുന്നു. പിന്നെ ഇപ്പോൾ ടീച്ചറുടെ കൂടെ ആ 2 സഹോദരങ്ങളും ഉണ്ട്. അപ്പോൾ ഒരാൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ടീച്ചർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഒരു ആഘോഷങ്ങൾക്ക് പോകാൻ പറ്റില്ല, അമ്മ അങ്ങോട്ട് ഒറ്റപ്പെട്ട്, അച്ഛനും ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാമല്ലോ 2 പേരും വല്ലാതെ കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുണ്ടാകരുത്. വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം, നമുക്ക് ബയോളജിക്കൽ കുട്ടികൾ വേണ്ട, ഈ കുട്ടികളെ ഈ സഹോദരങ്ങളെയും എല്ലാം ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങളിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് ടീച്ചർ. മാത്രമല്ല നമ്മളുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടൊരു ബന്ധമുണ്ട്. നമ്മുടെ ആ ശബ്ദം കൊടുത്ത പ്രദീപേട്ടൻ തന്നെയാണ് ആദ്യമായിട്ട് ഈ ടീച്ചറിൻ്റെ കാര്യം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലൊരു സഹായം വരുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ കൂടിയാണ് ഒരുപാട് പേരുടെ ജീവിതത്തിൽ എന്തായാലും പ്രകാശം പരത്താനാവും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ്റെ കാര്യം പറഞ്ഞില്ല, അങ്ങനെ ഒരുപാട് അച്ഛനും അമ്മമാരും ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ അല്ലെ ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരു ഇടമില്ലാതെ കഴിയുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ 1.5 ഏക്കർ സ്ഥലം കൊടുത്ത ആ അമ്മയ്ക്കും അല്ലേ, എല്ലാവർക്കും എത്ര നന്മയുണ്ട് ഈ ലോകത്ത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ലോകമാണ്, പ്രശ്നങ്ങളാണ്, ചുറ്റും ഇരുട്ടാണ്. ഇരുട്ടല്ല, ഇരുട്ടിൽ ഇങ്ങനെ തീനാളങ്ങളുണ്ട്. നമ്മളത് കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. വലിയ സന്തോഷമാണ് ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ.